ഹലോ! അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ വിഭവങ്ങളിൽ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അവൽ പായസമാണ്. അവൽ പായസം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയായിരിക്കും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങാപ്പാലും പിന്നെ അതുപോലെ ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. ചിലർ ശർക്കരപ്പാനി ഉപയോഗിക്കാതെ പഞ്ചസാരയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇന്ന് ഞാനിവിടെ വ്യത്യസ്തമായൊരു രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി സോസ് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്മിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിം പോലും വെക്കേണ്ട. എന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനോ കരിയാനോ ഒക്കെ സാധ്യത. അപ്പോൾ അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെട്ടു പോവാതെ കരിയാതെ എടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ പഞ്ചസാര ഞാനിവിടെ കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല, പഞ്ചസാരയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരുപാട് കരിയാതെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പാലൊഴിക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലല്ല, പശുവിൻ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കവർ പാല്, നമ്മൾ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കില്ലേ, പാലട ഉണ്ടാക്കുന്ന പോലെ നമുക്കിവിടെ ഇത് ഉണ്ടാക്കിയിട്ട് പോകണം. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. തിളയൊന്നും വരണ്ട, തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെയാണ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാലൊഴിച്ചിട്ട് ആ പാലൊന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ കാരമലൊക്കെ ഒന്ന് കട്ട പോലെ വരും. പക്ഷെ അത് കാര്യമാക്കണ്ട, പാല് തിളച്ച് വരുന്നതിനനുസരിച്ച് കാരമൽ മെൽറ്റായിട്ട് അതിലേക്ക് യോജിച്ച് ചേർന്നോളും. മാത്രമല്ല നമ്മുടെ പായസത്തിന് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പാലടയുടെ ഒരു ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ടേസ്റ്റ് വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. പച്ചപ്പാൽ ഡയറക്റ്റാണ് ഒഴിക്കുന്നത്. 2 കവർ പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, കാരമൽ പാലൊഴിക്കുമ്പോൾ അത് കട്ടയായി വരുന്നതാണ്. അതിനുശേഷം പാല് തിളക്കണതനുസരിച്ച് അത് മെൽറ്റായി വരും. അപ്പോൾ അത്യാവശ്യം ഫുൾ തീ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ അവൽ പായസം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. തേങ്ങ ചിരവി അത് പാലാക്കി പിഴിഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് നമ്മുടെ കാരമലൊക്കെ നന്നായി മിക്സ് ആയിട്ട് ഒരു പിങ്കിഷ് കളർ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവൽ ചേർത്തിട്ട് ഒരുപാട് നേരമൊന്നും ഇളക്കി വേവിച്ചെടുക്കേണ്ട കാര്യം അറിയാലോ. അവലിന് അങ്ങനെ വേവൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 2-3 മിനിറ്റ് ഒന്ന് അത്യാവശ്യം തിളച്ചിട്ട് ഒന്ന് പതുക്കെ സിമ്മിലിട്ടിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഈ പായസത്തിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. നോർമലി ചെയ്യുന്ന രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഏലക്കപ്പൊടി ചേർക്കും. ഇത് നമ്മളൊരു പാലട രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.